രാത്രി ഡ്യൂട്ടിയും കഴിഞ്ഞ് റൂമിൽ വന്നപ്പോൾ നല്ല അടിപൊളി ബീഫ് ഫ്രൈൻ്റെ നാടൻ ബീഫ് ഫ്രൈൻ്റെ സ്മെൽ വേണ വാസന. നേരെ കിച്ചണിക്ക് പോയി കിട്ടോ. അവിടെ നമ്മൾ ആനസ്ബ്രോ ഉണ്ടല്ലോ, നാട്ടിൽ നിന്ന് കൊടുന്ന ബീഫ് ഫ്രൈയും ചപ്പാത്തിയും സെറ്റാക്കട്ടെ മക്കളെ. പെട്ടെന്ന് റൂമിൽ പോയിട്ട് ഒരു രസം പറഞ്ഞിട്ട് കിച്ചണിക്ക് എത്തിട്ടോ. കിച്ചണിക്ക് എത്തിയപ്പോൾ മൂപ്പര് പറഞ്ഞു, മോനെ ബീഫ് ഫ്രൈ മാത്രമല്ല നല്ല അടിപൊളി കല്ലുമ്മക്കായ ഉണ്ട് കേട്ടോ പറഞ്ഞു. പിന്നെ ഞാൻ ഏടും വല്ലതും നോക്കില്ല കേട്ടോ. നേരെ കല്ലുമ്മക്കായിൻ്റെ കവറം പൊട്ടിച്ചിട്ട് പ്ലേറ്റിലേക്കും തട്ടിട്ടോ. പിന്നെ എൻ്റെ അടുത്ത ചിന്ത ഇതിങ്ങനെ ചൂടാക്കുന്നതായിരുന്നു. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി. നമ്മൾ ഇഡ്ഡലി കുക്കറിൽ ആവിയിൽ വേവിച്ചാലോ സംഗതി വെന്താട്ടോ, ചൂടാക്കി എടുത്താൽ മതി. എണ്ണ ഓയിലായിക്കൊന്നും വേണ്ടല്ലോ, സാധനം സെറ്റാക്കി നാട്ടിൽ നിന്ന് കൊടുത്തിട്ടാണ്. അപ്പോൾ ഇതേമാതിരിക്ക് ഇഡ്ഡലി കുക്കർ സെറ്റാക്കിയിട്ട് നേരെ അതിൽ നിരത്തി വെച്ചിട്ടോ. കൂട്ടത്തിൽ നല്ല മടക്ക് ചപ്പാത്തി പേര് കേട്ടോ. ഇതിൻ്റെ പേര് മടക്ക് ചപ്പാത്തി എന്ന് ഞാൻ ഇട്ട പേരട്ട മക്കളെ. നിങ്ങളെ നാട്ടിലിൻ്റെ പേരെന്താണ് ഒന്ന് പറഞ്ഞട്ടോ. ഇത് നമ്മൾ അനസ്പ്രോ നാട്ടിൽ നിന്ന് കൊടുന്നോട്ടെ മക്കളെ. അങ്ങനെ നമ്മളെ ചൂടാക്കിയ മടക്ക് ചപ്പാത്തിയും ബീഫ് ഫ്രൈയും സെറ്റാക്കിയിട്ട് അനസ്പ്രോൻ്റെ പ്ലേറ്റിൽ തന്നെ ഒരു പീസ് ഞാൻ എടുത്തിട്ട് ഒന്ന് ടേസ്റ്റൊക്കെ ടേച്ചു. സംഭവം കിട്ടുട്ടോ, ഒരു രക്ഷയില്ല മക്കളെ. ഈ കാണേണ്ട എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഞാൻ ഇട്ടല്ല ഓട്ടോമാറ്റിക് വന്നാട്ടോ. നാട്ടിലെ ബീഫ് ഒരു സംഭവം തന്നെയല്ലേ. അപ്പം തന്നെ നമ്മളെ അഫ്സലുണ്ടല്ലോ, എവിടുന്ന് വന്നറിയില്ല ബീഫിൻ്റെ സ്മെൽ അടിച്ചിട്ട്. ആൾക്ക് ചട്ടി എടുക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് ആ പഴയ ചട്ടി ഔട്ട് വെച്ചുകൊണ്ട് നക്കൽ തുടങ്ങി. ഇനി വല്ലതും ബാക്കിയുണ്ടോ അള്ളാഹ്ക്ക് അറിയാം. ആ സമയം കൊണ്ട് നമ്മളെ കല്ലുമ്മക്കായ ഏറെക്കുറെ സെറ്റായിട്ട് കേട്ടോ. അതങ്ങ് തുറന്നപ്പോൾ ഉണ്ടല്ലോ എൻ്റെ മക്കളെ, അതിൻ്റെ സ്മെല്ല് ആ റൂം മൊത്തം സ്മെല്ല് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സ്മെല്ല് കേട്ടോ മക്കളെ. നമ്മളെ റൂമിൽ ഒരു കണ്ണൂക്കാരനോ കോഴിക്കോട്ടുകാരനോ ഒരു തലശ്ശേരിക്കാരനോ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ വെറൈറ്റി ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റൂലേ. എല്ലാ ജില്ലക്കാരെ ഫുഡും അടിപൊളിയാണ് കേട്ടോ. എന്തായാലും നമ്മളെ ഇഡ്ഡലി കുക്കർ പ്രയോഗം ഏറ്റിട്ടുണ്ട് കേട്ടോ. സംഭവം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് പൊളിക്കൂട്ടോ. ഇതിൻ്റെ സ്മെല്ല് ഒരു രക്ഷയില്ല കേട്ടോ. ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ടോ എന്തോ അറിയില്ല, ഉറങ്ങിക്കിടന്ന നമ്മുടെ നെയ്മ വരെ കിച്ചണിക്ക് മണ്ടി പഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ മോനെ. പിന്നെ എല്ലാവരും കൂടിയിട്ട് നമ്മളെ കല്ലുമ്മക്കായും ബീഫ് ഫ്രൈയും കൂട്ടിയിട്ട് അടിച്ച് കയറ്റിട്ടോ. അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യാട് പോലും നോക്കാതെ നമുക്ക് ഒരു ലൈക്കും കൂടി തരിട്ടോ മക്കളെ. അപ്പോൾ ആരും മറക്കണ്ട. അപ്പോൾ ഓക്കെ, താങ്ക് യു.